കണ്ടപ്പോൾ തൊട്ടു തുടങ്ങിയ വട്ടം കറങ്ങലല്ലേ, നിന്റെ നോട്ടം കണ്ടപ്പോൾ തൊട്ടു തുടങ്ങിയ വട്ടം കറങ്ങലല്ലേ, ഒരു നോട്ടം കൊണ്ട്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്ത് സംസാരിച്ചിട്ടുള്ള കോണ്ടന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് രേണുസുതി ചേച്ചിയുടെ കോണ്ടന്റ് ആണ്. രേണുസുതി പുതിയൊരു ആൽബത്തിൽ അഭിനയിച്ചു. ആൽബത്തിൽ അഭിനയിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഹേ ജനങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ കാണാൻ പോകുന്നതാണ് രേണുസുതിയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഇന്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് രംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല മീഡിയയുടെ മുമ്പിലും വന്ന് രേണുസുതി ഇത് സംസാരിച്ചിട്ടുണ്ട്. രേണു തന്നെ ഇട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും കാലം ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇൻറ്റിമസിയിൽ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണിത് എന്ന് ജനങ്ങൾക്കൊക്കെ ഇങ്ങനെ ടിങ് 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 ടും 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 എന്ന് പറഞ്ഞിട്ട് ഈ സാധനം ഇട്ടുകൊടുത്തു. അപ്പോൾ ഓഫ് കോഴ്സ് ജനങ്ങളൊക്കെ എന്ത് ചെയ്യും, അതങ്ങ് പ്രതീക്ഷിക്കും. അപ്പോൾ ഈ ഷോർട്ട് ഫിലിം വന്ന സമയത്ത് ഈവൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അല്ലാത്ത ആൾക്കാരൊക്കെ ഇത് പ്രതീക്ഷിച്ചാണ് കാണുക. പ്രതീക്ഷ കാണുന്ന ആൾക്കാർക്കോ ഇത് തന്നെയാണ് കിട്ടിയത്. ആൻഡ് ഈവൻ എനിക്ക് തോന്നുന്നു ഇന്നലെയും മെഞ്ഞാന്നായിട്ട് തന്നെ പല ഇൻഫ്ലുവൻസേഴ്സും ഇതെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ ഞാൻ എല്ലാ കണ്ടന്റും ലേറ്റ് പോലെ ഇതും ലേറ്റ് ആയിട്ടുണ്ട്. എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ പെർസ്പെക്റ്റീവ് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. എന്നതിൽ അതിശയിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രേണുസുതിയുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ 2-3 യൂട്യൂബേഴ്സിൻ്റെ തംബ്നെയിലാണ് ഇട്ടിട്ടുള്ളത്. അതിലൊരു രേണുസുതിയുടെ കുൽസിതം കണ്ട് നാട്ടുകാർ ചൂലുമായി ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തംബ്നെയിൽ. പിന്നെ ഒന്ന് രേണുസുതിയുടെ ദുബായിലെ ബിസിനസ് ഇതായിരുന്നു, തെളിവ് സഹിതം പൊക്കിയിട്ടുണ്ട് ശാന്തിവിള ദിനേശൻ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ 1-2 കുറേ തംബ്നെയിൽസ്. അപ്പം ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ചിലപ്പോൾ രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഒരു സാധനം ചെയ്തത് ചിലപ്പോൾ റിയാക്ഷൻ വീഡിയോക്കാർക്ക് എഗെയിൻസ്റ്റ് കാണിക്കാനോ അല്ലെങ്കിൽ ഹീറോയിസം കാണിക്കാൻ വേണ്ടിയാണെങ്കിലും ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, നിങ്ങളുടെ ഷോർട്ട് ഫിലിമിന് വലിയ റീച്ച് ആദ്യകാലങ്ങളിൽ കിട്ടിയില്ല. എപ്പോഴാണോ റിയാക്ഷൻ വീഡിയോക്കാർ എടുത്ത് സംസാരിക്കാൻ തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് റീച്ച് കിട്ടി. ഇപ്പോൾ അത് 1 ലക്ഷത്തിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുവഴി റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു സാധനമാണ്. കാരണം രേണുസുതി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഈ ഒരു സ്പേസ് കിട്ടിപ്പോകുന്നുണ്ടെങ്കിൽ എങ്ങനെ നെഗറ്റീവ് കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിലനിന്ന് പോവാമെന്ന് നല്ല കൃത്യമായി രേണുസുതി എന്ന് പറയുന്ന ആൾക്കാരെ അതിന് വേണ്ടിയുള്ള എല്ലാ കളികളും ഈ പെർട്ടിക്കുലർ വ്യക്തി നല്ല അന്തസ്സായി ചെയ്യുന്നുണ്ട്. അപ്പോൾ തൻ്റെ ഷോർട്ട് ഫിലിം ഇടുന്ന സമയത്ത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇട്ടതെങ്കിലും ആ പ്രതീക്ഷ കിട്ടാണ്ട് വന്ന ഒരു സാഹചര്യത്തിൽ അവരെന്ത് ചെയ്തു, റിയാക്ഷൻ വീഡിയോക്കാരുടെ കോണ്ടന്റ് തന്നെ ഒരു ടോപ്പിക്കായി ഒരു ഡിസ്കഷനാക്കി ഇട്ടു. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഞാൻ ആളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പോസ്റ്റ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. രേണുസുതി എന്ന് പറയുന്ന വ്യക്തി പുള്ളിക്കാരിയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് നിങ്ങൾ ലാസ്റ്റ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പം ഈ പോസ്റ്റ് എന്താണ് ഇത്രമാത്രം തെറ്റ്? രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയുടെ ഫീൽഡ് ആക്ടിങ് അല്ലേ? ഒരു ആക്ട്രസ് ആയതുകൊണ്ട് തന്നെ പല റോൾസ് അവർക്ക് ചെയ്തൂടെ? അതുപോലൊരു റോളല്ലേ ഇത്? റോളിനെ റോളായി കണ്ടൂടെ? എന്താണ് നിങ്ങൾ റിയാക്ഷൻ വീഡിയോക്കാർക്ക് ഇത്ര പ്രശ്നം എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് രേണുസുതി ഓഫ് കോഴ്സ് ഒരു ആക്ട്രസ് ആണ്. ആക്ട്രസ് ആവുന്ന സമയത്ത് പല തരത്തിലുള്ള റോൾസ് എന്ത് ചെയ്യേണ്ടി വരും, പുള്ളിക്കാരിക്ക് അഭിനയിക്കേണ്ടി വരും. നമ്മൾ അതിനൊന്നും ഒരു കുറ്റം പറയുന്നില്ല. പുള്ളിക്കാരി അല്ല, ആക്ട്രസ്മാരിൽ പുള്ളിക്കാരി മാത്രമല്ല ഇങ്ങനത്തെ റോൾസ് ചെയ്യുന്നത്. എത്രയോ ആൾക്കാർ ഇതിലും വൾഗറായിട്ടുള്ള രീതിയിലും അല്ലെങ്കിൽ ഇതിലും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള രീതിയിൽ പല റോൾസും കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇത് ഡിസ്കഷനിലോട്ട് വരാനുള്ളതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, രേണു ആയിട്ട് ജനങ്ങൾക്ക് ഇട്ട് തരികയാണ്, ഞാൻ വളരെ ഇങ്ങനെയൊരു സാധനം ചെയ്ത് ഇങ്ങനെയൊരു സാധനം നിങ്ങൾ കാണ്. രേണു ഈ ഒരു ഷോർട്ട് ഫിലിമിനെ മാർക്കറ്റിംഗ് ചെയ്യുന്നത് രേണു എക്സ്പോസ്ഡ് ഗേൾ എന്ന് പറഞ്ഞിട്ടാണ്.
ഇപ്പം രേണുവിന് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളിത് പറയുന്നതാണോ ഇത്ര വലിയ പ്രശ്നം എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അല്ല, രേണുവിന് സിമ്പിളായിട്ട് പറഞ്ഞാൽ പോരെ, ഞാനും ദാസേണ്ണും തമ്മിൽ ഷോർട്ട് ഫിലിം ഉണ്ട്, എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. രേണു ഫസ്റ്റ് തന്നെ പറഞ്ഞു ഇത്രയും കാലം അഭിനയിച്ചതിൽ വെച്ച് ഭയങ്കരം ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സാധനമാണ്, എന്തായാലും റിയാക്ഷൻ വീഡിയോക്കാരെ കളിക്കുമെന്ന് പറഞ്ഞ് രേണു സുധി തന്നെ ഈ ഒരു സാധനം ഇട്ട് തരികയാണ്. ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ചാടി കയറി പിടിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു സ്വഭാവമല്ലേ, അതുകൊണ്ട് നമ്മൾ കയറി പിടിച്ചു മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ആക്റ്റീവ് ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നല്ല. പിന്നെ രണ്ടാമത്തെ ഒരു സാധനം, രേണുസുധി എപ്പോഴും പറയുന്നത് ഞാൻ എല്ലാം ചെയ്യുന്നത് സുധിച്ചേട്ടനും കിച്ചുവിനും വേണ്ടിയിട്ടാണ്. ഇപ്പം രേണുസുധി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും സുധിച്ചേട്ടനും കിച്ചുവിനും വേണ്ടിയിട്ടാണ്. കിച്ചുവും ഋതപ്പനും മാറിപ്പോന്നു. ഋതപ്പനെ ഉദ്ദേശം വായിൽ വന്ന കിച്ചു എന്നാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും കിച്ചു ഉണ്ടാവുമല്ലോ. ഇപ്പോൾ രേണുസുധി ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നതും ഈ ഇൻറ്റിമസിയോടുകൂടി പല കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ സുധിയേട്ടന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സുധിയേട്ടൻ ഇതൊക്കെ കാണണ്ടേ, കണ്ടാലല്ലേ സുധിയേട്ടന് മനസ്സിലാവൂ. അങ്ങനെ ഷോർട്ട് ഫിലിം അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഡിസ്കഷനായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതവിടെ കിടക്കട്ടെ. എന്തായാലും എല്ലാവരും അവരുടെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു, ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി രേണുവിൻ്റെ അക്കൗണ്ടിൽ കണ്ട കുറച്ച് കളികൾ വീഡിയോസ് കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. കളികൾ വീഡിയോസ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം അക്കൗണ്ടിൽ കാണിക്കുന്ന ഒരു സാധനം. അല്ലെങ്കിൽ ഇത് ഞാൻ കാണിച്ചാൽ എന്തായാലും എനിക്ക് ചീത്തവിളി, തെറിവിളി പോലെയുള്ള കാര്യങ്ങൾ കിട്ടുമെന്നും ഇതുവഴി എനിക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാമെന്ന് അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിനി അതിലോട്ട് പോകാം. ഇപ്പം നിങ്ങൾ ആലോചിക്കും എന്താണ് ഇതിൽ റീച്ച് ഉദ്ദേശിച്ചത്. ആദ്യം തന്നെ ഈ ആർട്ടിസ്റ്റ് ഹാർട്സ് ഓഫ് മോളെ, ഹാർട്സ് ഓഫ്, അടിപൊളി ആളാണ്. ഞാൻ ആദ്യമായിട്ടാണ് മൈലാഞ്ചി യൂസ് ചെയ്തിട്ട് ഒരാളുടെ കയ്യിൽ ഫേസ് ഡ്രോ ചെയ്യുന്ന കാണുന്നത്. ലൈക്ക് ഗ്രേറ്റ്. നമ്മുടെ നാട്ടിലുള്ള ആളൊക്കെ ആണെങ്കിൽ മൈലാഞ്ചി ഇടാൻ വിളിക്കാമായിരുന്നു. അവിടെ കിടക്കട്ടെ. ഈ ഒരു സാധനം ഇപ്പം നിങ്ങളെല്ലാവരും ആലോചിക്കുന്നുണ്ടാവും എന്താണ് ഇവിടെ മിസ്റ്റേക്ക്. രേണുസുധീൻ്റെ വീട്ടിലുള്ള എല്ലാ റീൽസും, ഇൻ്റർവ്യൂവിലെ എല്ലാ റീൽസും കണ്ടറിയാം. സുധിച്ചേട്ടൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ നിന്നിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുന്നത്. ഇത് തെറ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതേപോലെ തന്നെ പണ്ട് കുറച്ച് കാലം മുമ്പ് കിച്ചുട്ടൊരു വ്ളോഗിൽ സുധിച്ചേട്ടൻ്റെ കുറേ ഫ്രെയിമുകളും സുധിച്ചേട്ടൻ്റെ കുറേ ട്രോഫികളും കട്ടിൻ്റെ അടിയിൽ നിന്ന് പിടുത്ത ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ കുറേ ടേബിൾ ഉണ്ടായിരുന്ന ഫുൾ വീണ് രേണുസുധിയുടെ ട്രോഫി മുമ്പിൽ വന്ന കുറേ സിനാരിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. രേണുസുധി എന്ന് പറയുന്ന വ്യക്തി സ്റ്റിൽ മാർക്കറ്റിംഗ് കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഈ ലോകത്തുനിന്ന് നഷ്ടപ്പെട്ടിട്ട് 2-3 കൊല്ലമായി. എന്നിട്ടും ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തിനെ വെച്ചിട്ട് ഈ പുള്ളിക്കാരി ഇങ്ങനെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് മാത്രമല്ല, വേറെയും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. കാരണം ഈ ഒരു ഫോട്ടോ വെച്ച് ഈ ഒരു കയ്യിൽ വരയ്ക്കുമ്പോൾ കുറേ ആൾക്കാർ അയ്യോ ഇത്രയും റീച്ചിലെത്തി, ഇത്രയും പദവിയിലെത്തി, ഇത്രയും ലെവലിൽ നിൽക്കുന്ന രേണുസുധി സ്റ്റിൽ സുധിച്ചേട്ടൻ ആലോചിച്ച് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പോകും. ദിസ് ഈസ് വൺ ഓഫ് ഹെർ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഞാനെത്തും മണിയറയിൽ നേരത്തെ അവളെത്തും, കവിളത്തൊരു മണിമുത്തം നൽകി. നില്ലടി നില്ലടി കുയിലേ, നീ ചൊല്ലടി ചൊല്ലടി മയിലേ, നീ നില്ലടി നില്ലടി കുയിലേ, നീ ചൊല്ലടി ചൊല്ലടി മയിലേ. ഇത് രേണുസുധി ഇപ്പോൾ ഫോളോ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. രേണുസുധി വളരെ ക്ലിയർ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ കുറച്ച് കാലം കൊണ്ട് കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു മുസ്ലിം ചേട്ടനെയാണ്. ആ ഒരു സാധനം റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റീസെൻ്റ്ലി രേണുസുധി ഒരുപാട് റീൽസുകൾ ഈ തട്ടമിട്ടിട്ടും തട്ടം പരിപാടിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുസ്ലിം സോങ്ങുമായി ബന്ധപ്പെട്ട് ഈ റൊമാൻറ്റിക് പിടിക്കുന്നത് ജനങ്ങളുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി കൊടുക്കുകയാണ്. കാരണം അതാണല്ലോ, അങ്ങനെ ചെയ്താൽ മാത്രമേ സ്പേസ് ഉണ്ടാവും. ഇതാണ് രേണുവിൻ്റെ നെക്സ്റ്റ് വേ ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഇട്ടുകൊണ്ട് നിൽക്കുക. അതിന് ഭയങ്കര ഒരു കഴിവ് വേണം. കഴിവെന്ന് വെച്ചാൽ ഭയങ്കര ഒരു കഴിവ് വേണം. ഇപ്പം എൻ്റെ ചാനലിനെ ശ്രദ്ധിച്ചറിയാം, ചില നേരം റീച്ച് ഉണ്ടാവും, ചില നേരം റീച്ച് ഉണ്ടാവില്ല, ചില നേരം ഒന്നും ഉണ്ടാവില്ല, അങ്ങനെയാണ്. പക്ഷെ രേണു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഈ റീച്ച് ഇങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ എവിടെ എങ്ങനെ ഏത് രീതിയിൽ കളിച്ചാൽ എവിടെ റീച്ച് കിട്ടുമെന്ന കാര്യത്തെക്കുറിച്ചിട്ട് പ്രോപ്പർ പെർഫെക്റ്റ് നോളജ് ഉള്ള ഒരാളാണ് രേണു. അതുകൊണ്ട് തന്നെയാണ് രേണു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തട്ടട്ട പരിപാടികൾ ഇങ്ങനെ കൂടി
കൂടി വരുന്നത്. കാരണം ആ പരിപാടി ഇങ്ങനെ കൂടി വന്നാൽ മാത്രമേ തനിക്ക് സോഷ്യൽ മീഡിയയിൽ തൻ്റെ കാമുകനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്കഷൻ ഉണ്ടാവൂ എന്നൊരു കാര്യത്തെക്കുറിച്ചിട്ട് രേണുസുധിക്ക് നല്ലൊരു അറിവുണ്ട്. രേണുസുധി ഇടുന്നതിൽ കൂടെ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും ഞാൻ ബസ്സിലും അതിലും ഇതിലൊക്കെയാണ് പോകുന്നത്. കാരണം ബാക്കിയുള്ളവരൊക്കെ കാറിലും അതിലും ഇതിലും പോകുന്ന സമയത്ത് ഞാൻ നിങ്ങൾ ജനങ്ങളോട് കൂടി ഇറങ്ങി നിൽക്കുന്ന, ജനങ്ങളെ മനസ്സിലാക്കി നിൽക്കുന്ന. കാരണം കുറേ പേര് ഇതിൻ്റെ താഴെ കമൻറ്റ് ഇടും, രേണുവിന് സ്വന്തമായിട്ട് കാർ ഉണ്ടായിട്ടും ഇത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടായിട്ടും ആൾ പോകുന്ന കണ്ടില്ലേ, ഇതാണ് ആളുടെ. അപ്പം പൾസ് മനസ്സിലാക്കിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കണ്ടന്റ് ഇടാനുള്ള ഒരു കഴിവ് രേണു എനിക്കുണ്ട്. ഇത്രയേ പറയുള്ളൂ ഗൈസ്. അപ്പം ഈ പൾസ് വെറും ഒരു കണ്ടന്റ് ആണ്, അല്ലെങ്കിൽ തനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് താൻ കളിക്കുന്നത് എന്നൊരു നോളജ് നിങ്ങൾ ഈ സപ്പോർട്ടേഴ്സിന് ഉണ്ടാവണം. എന്നിട്ട് നിങ്ങൾ നമ്മളെ പൊങ്കാലിടാൻ വരും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ബൈ. ഇല്ലെങ്കിൽ നിങ്ങളായിരിക്കും കോമാളിയാവുക, നോട്ട് ആസ്.